നമസ്കാരം. വൈൽഡ് ബേഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ യാത്രകൾ ഇടയ്ക്ക് പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ അതൊന്നും നടക്കാറില്ല. പിന്നെ പെട്ടെന്നുണ്ടായ ഒരു യാത്രയാണത്, അതും നെല്ലിയാമ്പതിയിലേക്ക്. വളാഞ്ചേരിയിൽ നിന്നും പുറപ്പെട്ട് കൊപ്പം ചെർപ്പുളശ്ശേരി വഴിയാണ് ഞങ്ങളുടെ യാത്ര. കുറച്ചു കാലമായി നെല്ലിയാമ്പതിയിലേക്കൊക്കെ വന്നിട്ട്. കോവിഡ് കഴിഞ്ഞുള്ള ആ സമയത്താണ് പോയത്, 2022. കുറേ ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല വെയിലും. നമുക്ക് ഏറ്റവും അടുത്ത് പോയി വരാൻ പറ്റിയ സ്ഥലമാണ് നെല്ലിയാമ്പതി. ക്ലൈമറ്റ് അടിപൊളിയാണ്. ചെർപ്പുളശ്ശേരി വഴി നെന്മാറയിലേക്കാണ് യാത്ര. അത്യാവശ്യം നല്ല റോഡുകളാണ്. പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ യാത്ര ഒരു വല്ലാത്ത അനുഭൂതിയാണ്. പാലക്കാടൻ ഗ്രാമത്തിലെ സുന്ദരമായ ഒരു ഗ്രാമമാണ് നെന്മാറ. ഇതാണ് അജ്മൽ, എൻ്റെ കസിനാണ്. ഇതാണ് അനു, അജ്മലിൻ്റെ അനിയൻ. ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയത്. ഏകദേശം ഉച്ച സമയമായി. ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി, 2 മണി കഴിഞ്ഞു. നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഞങ്ങളോട് കടക്കാനും പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് വഴി. ഹിൽ വ്യൂ ഹോം സ്റ്റേ എന്ന ഒരു ബോർഡ് കാണും. അതിലൂടെ ഒരു ചെറിയ റോഡ് പോകും. അത് എത്തുന്നത് ഈ ഹോട്ടലിന് മുമ്പിലേക്കാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പോത്തുള്ളി ഡാം എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലാണ്. ഇതാണ് കടയുടെ ഓണർ, കൃഷ്ണേട്ടൻ. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല നാടൻ ഫുഡായിരുന്നു കേട്ടോ. ടേസ്റ്റി ഫുഡ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് ഏകദേശം ചെക്ക് പോസ്റ്റ് എത്താനായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തി. വണ്ടി നമ്പറും ഡീറ്റെയിലൊക്കെ കൊടുത്തു. ഇനി ചുരം കയറാൻ പോവാണ്. ഇത് പോത്തുള്ളി ഡാമിൻ്റെ സൈഡിലാണ്. അവിടെ ഇറങ്ങാൻ പറ്റില്ല. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ വണ്ടികൾ വളരെ കുറവാണ്. ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് ഇതാണ്. പോത്തുള്ളി ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു വ്യൂ ആണ്. ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റാണത്. പശ്ചിമഘട്ട മലനിരകളുടെ ഭംഗി എന്തല്ലേ! നമ്മൾ ഓരോ തവണ വരുമ്പോഴും നെല്ലിയാമ്പതിയുടെ വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ് ആസ്വദിക്കാൻ പറ്റുന്നത്.
ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഇടയ്ക്ക് വളരെ അടുത്തുള്ള ഈ സ്ഥലങ്ങളിലേക്ക് ഒന്ന് വരാനോ. കയറി വരുമ്പോൾ തന്നെ ഇവരാണ് നമ്മുടെ ക്യാമറക്ക് പോസ്റ്റ് തരുന്നത്. ഇവരെ ഫീഡ് ചെയ്യുന്നൊരു പരിപാടി എപ്പോഴും കണ്ടുവരാറുണ്ട്. അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. ചുരത്തിൽ ഏകദേശം കയറി വന്നപ്പോഴാണ് മണികണ്ഠൻ എന്നറിയപ്പെടുന്ന ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുളിനെ കണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പടങ്ങൾ എടുക്കാൻ ഇറങ്ങിയതാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ വഴിക്ക് വരുമ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ നിർത്തിയിട്ടാണ് വന്നത്. പോകുന്ന വഴിയിൽ തലേദിവസം വീണ മരം മുറിച്ചു മാറ്റുന്ന പരിപാടിയിലായിരുന്നു. ഇത് കാരണം തന്നെ ഇന്നലെ 8 മണി വരെ ബ്ലോക്കായിരുന്നു എന്ന് കേട്ടത്. ഇങ്ങനെ ഒരു സീൻ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഭ്രമരം മൂവിയിൽ ലാലേട്ടൻ ജീപ്പ് ഓടിച്ച് പോകുന്ന സീൻ, ആ മൂവി ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ സഫാരി ജീപ്പുകൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ ഒരു പേര് ഭ്രമരം വ്യൂ പോയിന്റ് എന്നാണ്. ഈ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടേക്കൊരു ട്രക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതൊക്കെ കൂടുതൽ കണ്ടത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു കാട്ടി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു. ആദ്യം ഞാൻ കരുതിയത് പാറ അയക്കുന്നതാണ്. പിന്നെ അടുത്തെത്തിയപ്പോഴാണ് അത് കാട്ടി തന്നെയാണെന്ന് മനസ്സിലായത്. പുറകിലുണ്ടായിരുന്ന ബൈക്കുകാരൻ ഹോണടിച്ച് ശല്യപ്പെടുത്തി ഞങ്ങളെ മുന്നിൽ കയറി. പിന്നെ എന്താ ചെയ്തതെന്ന് നോക്കൂ. എന്താ സൈസിലേ കൊമ്പോക്കെ. എത്ര അടുത്ത് പോയിട്ടാണ് ആ ഫോട്ടോ എടുക്കുന്നത്. ഈ അടുത്ത് ബന്ദിപ്പൂരിൽ നടന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതുപോലെ ഒരു ആനയുടെ മുമ്പിലേക്ക് സെൽഫി എടുക്കാൻ ഒരാൾ പോയതാണ്. അയാൾ അവിടെ ചവിട്ടി കൂട്ടിയിട്ടാണ് ആന പോയത്. സാധ്യത ഉണ്ട്. മേടിച്ചു കൂട്ടാനുള്ള സകലതും നോക്കുന്നുണ്ട്. വന്യജീവികളുടെ അടുത്ത് പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അവർ എപ്പോഴാണ് അഗ്രസീവ് ആകുക എന്ന് പറയാൻ പറ്റില്ല. ഈ കാട്ടി മിക്ക സമയത്തും റോഡിൽ തന്നെ ഉണ്ട്. അതിൻ്റെ കാരണം എന്തോ ഒരു പരിക്ക് അതിന് പറ്റിയിട്ടുണ്ട്. രാത്രിയിൽ തിരിച്ചു വരുന്ന സമയത്തും ഞങ്ങളതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് പോയിട്ടാലോ വലിയ സൈസുള്ളൊരു മെയിൽ ഗോറാണ്. ആൾക്കാർ ഫുഡ് കൊടുത്തിട്ടേ അങ്ങനെ ഞങ്ങൾക്ക് കാട്ടിലൊരു മഴയും കിട്ടി. ഗംഭീര മഴ. കാട്ടിൽ നിന്നൊരു മഴ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീല് വേറെ തന്നെയാണ്.
മഴയ്ക്ക് ശേഷം കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണർന്നു. ടൂറിസ്റ്റുകളിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം കാത്തിരിക്കാണ്. നമ്മുടെ ഭക്ഷണങ്ങൾ ഇവരുടെ ശരീരത്തെ നന്നായി ബാധിക്കും. അത് ഇവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. ഓരോ കാട് യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അത് ഞാൻ ശരിക്കും ആസ്വദിക്കാറുമുണ്ട്. നെല്ലിയാമ്പതി മലനിരകൾ എത്ര കണ്ടാലും മതി വരില്ല. ഈ കുന്നിച്ചെരുവിലൊക്കെ ഇടക്ക് ആനകൾ നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും നെല്ലിയാമ്പതി വന്നിരുന്നു. അന്നെടുത്ത കുറച്ച് ആനച്ചിത്രങ്ങൾ കാണാം. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പെട്ടെന്നാണ് റോഡിലൂടെ എന്തോ ചാടുന്നത് കണ്ടത്. നോക്കുമ്പോൾ കാട്ടുമണവാട്ടി എന്ന് അറിയപ്പെടുന്ന ബൈക്ക് കളേർഡ് ഫ്രോഗായിരുന്നത്. ഇടയ്ക്ക് വരുന്ന ഓരോ വ്യൂ പോയിൻറ്റുകളും ആസ്വദിച്ചാണ് ഞങ്ങൾ പോയത്. അവിടെ കുറച്ച് നേരം നിന്ന്
നെല്ലിയാമ്പതി ടൗണിലേക്ക് പോകുന്ന വഴിയിലാണ് ഇവരെ ഞങ്ങൾ കണ്ടത്. 2 സാമ്പാർ ഡിയറുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരമായിരുന്നു. ക്യാമറയിൽ നല്ലൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങളെത്തിയത് പോത്തുപാറ എന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. മുന്നേ നെല്ലിയാമ്പതി വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലം അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു ബസ് അങ്ങോട്ട് വന്നു. ആ ബസ് അവിടെ കുറച്ച് ആളുകളെ ഇറക്കി തിരികെ പോവുകയും ചെയ്തു. പോത്തുപാറയിലെ പഴയൊരു ബസ് സ്റ്റോപ്പ് ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കവലയിലേക്ക് ഇങ്ങനെ നടന്നപ്പോൾ അവിടെ കുറച്ച് ആളുകളെ കണ്ടു. അവരായിട്ട് സംസാരിച്ചു. നിഷ്കളങ്കരായ കുറേ ഗ്രാമവാസികൾ. കാടും വന്യമൃഗങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇന്ന് അവിടെ ഒരു ആനക്കുട്ടി ചെരിഞ്ഞിട്ടുണ്ട്. അവിടെ ഫോറസ്റ്റുകാരൊക്കെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരനായ സുഹേലിനെ പരിചയപ്പെട്ടപ്പോഴാണ് വേഴാമ്പലുകളെ പറ്റി ചോദിച്ചത്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ളതിലാണ് പോയത്. ഈ ഭാഗങ്ങളിലാണ് വേഴാമ്പലുകൾ കാണാറുള്ളത്. ഇപ്പോൾ ഒന്നിനെയും കാണാനില്ല. സംസ്ഥാന പക്ഷിയായ ഗ്രേറ്റ് ഹോൺബിൽ അവരുടെ ആവാസ മേഖലയാണിത്. ഇവിടെയുള്ള വലിയ വലിയ മരങ്ങളിലാണ് ഇവർ കൂടുകൂട്ടാറുള്ളത്. ഇവർ മരത്തിലിരിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ കാണാനൊന്നും കഴിയില്ല. അതിനാണ് ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയത്. മുൻപ് ഇവിടെ വന്നപ്പോൾ മലമുഴക്കുകളുടെ കുറേയധികം ചിത്രങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ചധികം നേരം അവിടെ നിന്ന് കുറേ വാച്ച് ചെയ്തു. പക്ഷേ ഒന്നിനെയും കണ്ടില്ല. പിന്നെ സുഹൈൽ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചർച്ച മൊത്തം കാട് തന്നെ അല്ലേ? നമ്മൾ നേരത്തെ പോത്തുപാറയിൽ നിന്നും കണ്ട ആ ബസ് തന്നെയാണ് വരുന്നത്. രണ്ടു വഴി തിരിയും. ഒരു വണ്ടി തിരിച്ചു കഴിഞ്ഞിട്ട് നേരെ വിക്ടോറിയ പൗതിപ്പാലം, അവിടെ KFDCയുടെ സ്റ്റേക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് തുത്തമ്പാറ. എൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പറമ്പിക്കുളത്തിൻ്റെ പാസ്സല്ല, അത് അതിലൂടെ പോകില്ല. അത് കുറച്ചൊരു മാത്രം പോകുന്നില്ല. പിന്നെ നമ്മൾ ട്രക്കിംഗ് പോകുന്ന വഴി നേരെ ഇപ്പോൾ നമ്മൾ ട്രക്കിംഗ് 2 പോയിന്റ് കഴിഞ്ഞു. ഈസ്റ്റ് വാലി എന്നൊരു റിസോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പെരിയ ചോല കഴിഞ്ഞ് കഴിഞ്ഞാൽ സേത്തുമോട് വരെ പോകും. ഈ മിസ്റ്റി വാലിയാണ് ഫോറസ്റ്റിലെ റിസോർട്ട്. ഈസ്റ്റ് വാലി പ്രൈവറ്റ്. ഞങ്ങളവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ്
സമയത്ത് ഈ മ്ലാവുകൾ ഇവിടെ നിൽക്കുന്നത് കണ്ടത്. 4 പേരുണ്ടായിരുന്നു. ഒരാൾ കുറച്ച് ഉള്ളിലായിട്ട് നിൽക്കും. അവരുടെ ഇലകളൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. ഇത്രയും മനോഹരമായ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചത് സുഹൈലാണ്. ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയാണ്. സുഹൈൽ ഇവിടെ സഫാരി ജീപ്പ് ഓടിക്കുന്നുണ്ട്. ഓഫ് റോഡ് ട്രക്കിങ്ങിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സുഹൈലിനെ വിളിച്ചാൽ മതി. ഞാനിതിൽ നമ്പർ കൊടുക്കാം. കുറച്ചു നേരം തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ക്രസ്റ്റഡ് ഹോക്കികൾ പറന്നുപോയത്. അത് കുറച്ച് ദൂരെയുള്ളൊരു മരത്തിലിരുന്നു. അത്ര നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. സമയം ഏകദേശം 6 മണിയായതിനാൽ സുഹൈലിനോട് യാത്രയും പറഞ്ഞു ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ നിന്ന് തിരിച്ചു. ഓർമ്മയിലെന്നും സൂക്ഷിക്കാൻ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഈ ചെറിയ യാത്രാവിശേഷം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വീണ്ടും ഒരു യാത്രാവിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.